ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വിച്ച് ഫിറ്റിങ്, DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്, ലൈറ്റുകളൊക്കെ. അപ്പോൾ ഈ ഒരു സീലിങ്ങിലെ പ്രൊഫൈൽ ഡിസൈൻ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. നമ്മളെ മനസ്സിൽ നിന്ന് വന്നൊരു മോഡലാണത്. ഇതുവരെ ആരും ഈ ഒരു ഡിസൈൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. നമ്മളൊരു ഐഡിയ ചെയ്തതാണ്. ഇതിൽ ലൈറ്റ് ഞാൻ ഉദ്ദേശിക്കേണ്ടത് കോണോട് കോണ് വൈറ്റും മറ്റേ കോണിൽ ന്യൂട്രൽ വൈറ്റാണ് ഉദ്ദേശിക്കേണ്ടത്. നമ്മൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ പറയട്ടോ. വേറെ കളറ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വൈറ്റ്, വാമ് അങ്ങനത്തെ ലൈറ്റുകൾ. മറ്റുള്ള നീല, മഞ്ഞ അതൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ചുകളൊക്കെ ലെഗ്രാൻഡിൻ്റെ മൈറിസ് ആ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ വേറൊരു മോഡലാണ് മൈറിസ്. അപ്പോൾ അത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിലൊക്കെ ഞങ്ങൾ ചെയ്ത് വയറ് വലിച്ചപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ, ഓരോ ബോർഡിലും ടാഗ് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്ന് നമുക്ക് സ്വിച്ചുകളൊക്കെ ഏതാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാസ്കിൻ ടാപ്പിൽ ഓരോരോ സ്വിച്ചുകൾ എത്ര സ്വിച്ച്, 2 വേ സ്വിച്ച് എത്ര വേണം, 1 വേ സ്വിച്ച് എത്ര വേണം എന്നുള്ളതൊക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് സ്വിച്ചുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റും, വർക്ക് എളുപ്പമാക്കാം. നമുക്ക് ആലോചിച്ച് ഓരോ സ്വിച്ച് വയറുകൾ എണ്ണിയിട്ട് എത്ര വയറ്, 1 വേ എത്ര, 2 വേ എന്നുള്ള എണ്ണി ടൈം പോകേണ്ട സമയം അവിടെ കിട്ടും. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു മെറ്റലിൻ്റെ ഇന്നറാണ് വരുന്നത്. മെറ്റലിൻ്റെ ഇന്നറാകുമ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമില്ല, നല്ല പിന്നെ ഇതിൽ തന്നെ നിൽക്കും കേട്ടോ. അതായത് കുറച്ച് പൾജായിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ ചിലത് പിന്നെ PVC ഒക്കെ ആകുമ്പോൾ കുറച്ച് ഉള്ളിലൊക്കെ വലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ടൈറ്റിൽ തന്നെ നിൽക്കും. ഇതിന് വേറൊരു പ്രശ്നം കൂടി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം തോന്നലാവും. അതായത് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈർപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഈർപ്പുള്ള സ്ഥലത്തൊന്നും ഈ ഒരു മോഡൽ അത്ര അഭികാമ്യമാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു മെറ്റൽ പാർട്ട് ഉണ്ടല്ലോ, ഈ മെറ്റൽ പാർട്ട് ഇത് ഈർപ്പം തട്ടുന്ന സ്ഥലത്തൊക്കെ, അതായത് പുറം ചുമരോ എന്തെങ്കിലും ഈർപ്പം തട്ടുന്ന ഭാഗം ഉണ്ടെങ്കിൽ എന്തായാലും തുരുമ്പ് വരും, 100% ഉറപ്പാണ്. അതായത് മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് എന്തായാലും തുരുമ്പ് വരാൻ 100% ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു കാരണം മാത്രമേ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഇതുപോലെ പറിച്ച് കൊണ്ടുവന്ന് ഓരോരോ ഭാഗത്തേക്കുള്ള ഒരു ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യണം. അതായത് അപ്പോൾ സ്റ്റിക്കർ നമ്മൾ ഓരോരോ മാസ്കിൻ ടൈപ്പ് പറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ച് നോക്കും, എത്ര MDയിൽ എത്ര സ്വിച്ചുകൾ വേണം, 1 വേ സ്വിച്ച് എത്ര, 2 വേ സ്വിച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് എളുപ്പമാവും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്ത്. എനിക്ക് ഈ ഒരു ഇത് ചെയ്യൽ തുടങ്ങിയ ശേഷം പെട്ടെന്ന് നമ്മൾ വർക്കുകൾ പെട്ടെന്ന് എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആണ്. കാരണം എത്ര സ്വിച്ചുകൾ വേണമെന്ന് എണ്ണി നോക്കണ്ട. ഇതിലേക്കത്തെ മാസ്റ്റർക്ക് എത്ര സ്വിച്ച് വരുന്നുണ്ട്, അതല്ലാതെ മറ്റേ നോർമൽ എത്ര സ്വിച്ച് വരുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് തല പോയി ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഓരോന്നോരോന്നും കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ കുറച്ച് ബ്രാൻഡഡ് സ്വിച്ചുകളാണ്. അപ്പോൾ ഈ ബ്രാൻഡഡ് സ്വിച്ച് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ ഇതിൻ്റെ സ്ക്രൂസുകൾ ഇല്ല എന്നാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റോപ്പറില്ല സ്ക്രൂവിന്. അത് നേരെ അയച്ചു കഴിഞ്ഞാൽ നേരെ താഴത്ത് വീണ ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലൂസാക്കുമ്പോൾ ഇപ്പോൾ ടൈറ്റർ ഉപയോഗിച്ചിട്ടാണ് ഏറെയും സ്വിച്ചുകളൊക്കെ ഇപ്പോൾ ഞങ്ങൾ സെറ്റാക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ ടെസ്റ്ററൊന്നും ഇല്ല. ഇപ്പോൾ ഫുള്ള് ചെറിയ ടൈറ്റർ ഉപയോഗിച്ചിട്ട് ആണ് സ്ക്രൂകളും സ്വിച്ചുകളും മറ്റേ DB ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പറില്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്നുണ്ട് പുറത്ത് പോരാൻ ചാൻസ് ഉണ്ട്. ചെറിയ സ്ക്രൂ അല്ല, സ്റ്റോപ്പർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോളും. അപ്പോൾ ഈ ഒരു കാര്യം ലെഗ്രാൻഡിൻ്റെ കമ്പനിക്കാരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ DB ഡ്രസ്സ് ചെയ്യാൻ പോകണേ. അപ്പോൾ അതൊക്കെയുള്ള ടാഗ്, സ്ലീവുകൾ ഇതൊക്കെ ആയിട്ട് പോകണം. സ്ലീവ് പച്ച സ്ലീവ് എന്താ വെച്ചാൽ നമ്മളെ എർത്ത് കണ്ടക്ടറിന്, അതായത് കോപ്പറിന് ഇടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പച്ചനായിക്കോട്ടെ എന്നുള്ള അതിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ പച്ച പരമാവധി നമ്മൾ എല്ലാ സാധനങ്ങളും മെൻഷൻ ചെയ്ത് കൊടുക്കലുണ്ട് ബില്ലിൽ. പച്ച സ്ലീവ് കൊടുക്കും, പച്ച സ്ലീവ് കിട്ടില്ല.
പിന്നെ എന്താ പറയുക ടെർമിനലിൻ്റെ അതായത് നമ്മൾ ഫുൾ സോക്കറ്റ് ചെയ്തും അത് കിട്ടില്ല. പക്ഷെ ഇവിടെ എന്തോ ഭാഗ്യവശാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ DB ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാന്ന്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ സ്ട്രൈറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വയറും സ്ട്രൈറ്റ് ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ട്രൈറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോൾ പൈപ്പ് അടിക്കുകയാണെങ്കിലും ഒരു പൈപ്പ് ഏറിയാലും കുഴപ്പമില്ല, പിന്നെ വയറ് ടൈറ്റ് ആകാതെ തന്നെ ഓരോ പൈപ്പിലും നമ്മൾ എത്തിക്കുക. അപ്പോൾ ഒരുപാട് ഇൻഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. ഈ ടൈറ്റിങ് കാര്യങ്ങളൊക്കെ കുറവാകുമ്പോൾ ഇൻഡക്ഷൻ ഉണ്ടാവും എങ്കിലും പിന്നെ ഒരു പരിധി വരെ നമുക്ക് അത് തടയാൻ പറ്റും. അപ്പോൾ അതാ കോപ്പർ കൊടുത്തു, എർത്ത് കൊടുത്തു, കണക്ഷനൊക്കെ എർത്ത് ചെയ്ത് കോപ്പറിൻ്റെ മെയിൻ കോപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോ എർത്തുകളും നമ്മൾ ടാഗ് ചെയ്ത് അല്ല വൃത്തി തന്നെ കൊടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എർത്ത് ബാറാണ് വരുന്നത് കേട്ടോ. ഇതിന് 2 എർത്ത് ബാറ് 2 ന്യൂട്രൽ ബാറൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 എർത്ത് ബാറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് എല്ലാം 2 ഭാഗത്തോടെയും കൊടുക്കണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട വെച്ചിട്ട് ഒന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റെയിൽ MCBൻ്റെ റെയിലൊക്കെ നമ്മൾ പുറത്ത് എടുത്ത് വയ്ക്കലാണ് കേട്ടോ. അതായത് അയച്ചു വയ്ക്കലാണ്, പിന്നീടാണ് ഫിറ്റാക്കൽ. അപ്പോൾ നമ്മൾ DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഫിറ്റാക്കുമ്പോൾ അതിൻ്റെ ആ തനതായിട്ടുള്ള ആ ഇതിൽ തന്നെ നമുക്ക് കിട്ടും, വൃത്തി തന്നെ കിട്ടും. നല്ല ശുചിത്വം വേണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. വൃത്തി ആണ് നമ്മളെ മെയിൻ. കാരണം വർക്കും വൃത്തിയാകണം, വർക്ക് ചെയ്യണ സാധനങ്ങളും വൃത്തിയാകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമ്മൾ DB ഡ്രസ്സിങ് തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ന്യൂട്രൽ കണക്ഷനാണ്. ഫസ്റ്റ് നമ്മൾ എന്തായാലും എർത്ത് കൊടുക്കും, രണ്ടാമത്തെ ന്യൂട്രൽ കൊടുക്കും, പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ബ്രേക്കറിലേക്കുള്ള കണക്ഷനുകളാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണക്ഷൻ ആയിട്ടുള്ള ന്യൂട്രലിൻ്റെ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ആവശ്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്കൊന്ന് എത്തിക്കുക കേട്ടോ. പിന്നെ ആ തൊട്ടടുത്ത് ബെല്ലൈക്കണൊന്നും അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഇവിടെ വന്ന സ്വിച്ച് ഗിയറൊക്കെ ABBൻ്റെ സാധനം കേട്ടോ. ABB ഞങ്ങളിതുവരെ വെച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ABB വെക്കേണ്ടത്. അപ്പോൾ ഈ ABBൻ്റെ സ്വിച്ച് ഗിയറുകൾ MCB സാധനങ്ങളൊക്കെ വെച്ച ആളുകളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയാം. എന്താണ് അതിൻ്റെ പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറയാം കേട്ടോ. കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ABB ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യുക, നിർഭാഗ്യവശാൽ ലാച്ചറിയിൽ എഴുതാൻ വിട്ടുപോയിട്ടോ. ലാച്ചറിയിൽ എഴുതാൻ വിട്ടുപോയ സ്ഥിതിക്ക് ഞങ്ങളത് അവിടെ ഒഴിവിട്ടുണ്ട്. എന്തായാലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫിറ്റിങ്ങിൽ പൂർണ്ണമാകാൻ പറ്റിയില്ല എങ്കിലും അതിനുള്ള കണക്ഷനൊക്കെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ലാച്ചറിയിലും കൂടെ ഫിറ്റ് ചെയ്യും. സ്വിച്ച് ബോർഡിലൊക്കെ ലാച്ചറിയിൽ എൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെൽ പുഷ് ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് DBയിലാണ് ഇനിയിപ്പോൾ ലാച്ചറിയിൽ വെക്കാനുള്ളത്. അതിൻ്റെ ഉള്ള കണക്ഷനൊക്കെ വയറുകൾ എത്തിച്ചിട്ടുണ്ട്, ഇൻ ഔട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ന്യൂട്രും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വർക്ക് അവിടെ പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ DBയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ പരമാവധി നല്ല വൃത്തിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്നെക്കൂടെ കഴിയുന്ന രീതിയിലൊക്കെ വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതലൊക്കെ വൃത്തിയാക്കി ചെയ്യുന്ന ആളുകളുണ്ടാവും കേട്ടോ. നമ്മൾ പരമാവധിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.